കുറച്ച് മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ മഴ നിന്നുണ്ടാ. അത്ര ഐശ്വര്യമാണ് എനിക്ക്. പക്ഷേ മഴ വേണമായിരുന്നു, എങ്കിലേ രസമുള്ളൂ. ചാർജും കിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാം പോയാ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി മഴ ഉറക്കും അല്ലേ കിച്ചു? ശരിയായിട്ട് ഞാൻ പാസ് ചെയ്യും. നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സർജ് ഉൾപ്പെടെ 85 രൂപ ഏണിങ്സ് പ്ലസ് 25 രൂപ സർജ്. ആക്സെപ്റ്റ്. ഗണേഷ് ഭവനിലാണ് പോകേണ്ടത്. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. റെയിൻകോട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്, കയ്യിലല്ല. മഴയൊക്കെ വിട്ടല്ലേ, ടാപ്പ് മഴ കേട്ടാ കൊള്ളാം. ഓക്കെ ബൈ, സീ യു. അപ്പോൾ നേരെ പോകേണ്ടത് ഗണേഷ് ഭവൻ ജഗതിയിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. 2 കിലോമീറ്റർ ഉള്ളൂ, അടുത്ത് തന്നെ. കമൺ ക്വിക്ക്. ആ മഴ പെയ്യുന്നു അവിടെ ആയിട്ടാ, കുഴപ്പമില്ല. ഇത്രയും മഴ മതി. ഈ മഴ ഇങ്ങനെ പെയ്താൽ മതി. 10 മണി വരെ സർജ് ഓണാക്കി കിടക്കുകയും ചെയ്യും. നമുക്ക് റിസ്ക്കും ഇല്ല അല്ലേ? കമോൺ കട്ടൊക്കെ നിൽക്കണം. ഇങ്ങനെ മഴ വെള്ളത്തിൽ കൂടെ ബൈക്ക് ഓടിക്കണം പ്രത്യേക സുഖമാണ്. കാലിലൊക്കെ ചെളിയൊക്കെ തെറിച്ചില്ലേ. ഇപ്രാവശ്യം ഷൂ ഇട്ടില്ല, ഗ്ലൗസ് ഇട്ടില്ല. കാരണം 2 ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, മഴയായതുകൊണ്ട് കമ്പിളി ചെല്ലുമ്പോൾ പോകും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാം. നമുക്ക് റെയിൻകോട്ട് മാത്രമേ ഉള്ളൂ കയ്യിൽ. റെയിൻ ഷൂ ഉണ്ട്, അത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ടാൽ സൂപ്പറായിരിക്കും. ഇതിനൊക്കെ പൈസ കൂടുതലില്ല, ഇതൊക്കെ മതി. ഉള്ള ബഡ്ജറ്റ് കൊണ്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. കൂടുതൽ ഷോ കാണിക്കല്ലേ, റെയിൻ ഷൂ, ഹീറ്റ് ഷൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഓഹോ, ഇത്രയും നീളമുള്ള കാറാ. സ്കോഡയുടെ കാറാണ്, നല്ല നീളമുണ്ട്. ഞാൻ ഇന്ന് പെട്ടെന്ന് ഞാൻ കയറി പോട്ട് വീട്ടിക്കൊണ്ടിരിക്കാതെ. അയ്യ എനിക്ക് സമയമായി. ഓർഡർ പിക്ക് ചെയ്യണം. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കാതെ മാറി നിൽക്കുക അവിടെ നിന്ന്. തുള്ളി തുള്ളിയായി സൊട്ടും മഴ തുള്ളിയായി இதயத்தில் நனைத்து விட்டால் ലൊക്കേഷൻ വந்தாച്ച് இந்த പക്കം വണ്ടി ഒതുക്ക്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, റെഡി ആയില്ല, അതിന് വലിയ കാര്യം. 7475 പിന്നെ ഓക്കെ. നമ്മൾ ഐശ്വര്യമായിട്ട് ഫാസ്റ്റ് ഓർഡർ പിക്കിള്, ബ്രിഞ്ചാൾ ബജ്ജി, മെതുവട, ബീറ്റ് ബോണ്ട, ബനാന ബജ്ജി. വൈകിട്ട് ചായ കുടിക്കാനായിരിക്കും. വടയൊക്കെ തണുത്താണ് ഈ മഴയത്തൊക്കെ. ഓർഡർ ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം, ചൂടെ കഴിക്കാം. സൂപ്പറായിട്ടല്ലേ? എല്ലാവരും നമ്മൾ നോക്കണ്ട, ക്യാമറ കൊണ്ടാണ്. ആരെ മുഖത്ത് നോക്കാൻ പാടില്ല, അത്ര അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചാലക്കുഴിയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 6.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നൈറ്റ് കയറാൻ പറ്റുമോ? ഭയങ്കര ബ്ലോക്ക് ആയിരിക്കണല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ കയറി പൊയ്ക്കോട്ടെ, അതിനുശേഷം നിങ്ങൾ പൊയ്ക്കോ. അത്രേ ഉള്ളൂ. വണ്ടി എടുത്തിട്ട് കയറുമ്പോൾ കട്ട ബ്ലോക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതുവഴി ഇപ്പോൾ സുവിശേഷം ഇപ്പോൾ ജഗതി നമ്മൾ കയറി പോയെങ്കിൽ അവിടെയും ബ്ലോക്ക് ആവുമല്ലോ. മഴ വെള്ളം നല്ല നനയിട്ട് ഇത്തിരി ചൂടായിരുന്നു 2 ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും ഈ മാസം നല്ല വെയിലും കാണും മഴയും കാണും, 2 മാറി അടിക്കുമല്ലേ. അങ്ങനെ ആയിരിക്കും മിക്കവാറും പോണത്. എന്നാണ് 1 മിനിറ്റ് കയറിപ്പോൾ കിടണം. എന്തൊരു കുഴി ഇവിടെ, ചെളി വെള്ളം. ഓഹോ, കുറച്ച് മഴ പെയ്തപ്പോൾ തറയൊക്കെ ചെളിയും കുഴിയായിപ്പോയി. എന്തായാലും മഴ പെയ്യുമ്പോൾ ബൈക്കിൽ പോകുന്ന ആൾക്കാർ കാറിൽ പോകും. കാറിന് എണ്ണം കൂടുമ്പോൾ ബ്ലോക്ക് ആവും. പിന്നെ നമ്മളെ കാര്യം കഷ്ടപ്പാടാവും. ഇതാണ് വിഷയം. നമ്മളൊക്കെ മഴയായാലും വെയിലായാലും ബൈക്കിലേ പോവുള്ളൂ. കാരണം നമ്മളൊരു ബൈക്കേ ഉള്ളൂ, കാറില്ല. കോമഡി കൊണ്ട് ചിരിച്ചു ചാന്ന് മഴയത്ത് ഉളകയില്ല ഇഷ്ടപ്പെട്ട്. ഇപ്പം മഴ മേഘമൊന്നുമില്ല അങ്ങോട്ട് നോക്കും. മുകളോട്ട് കുറച്ചുണ്ട്, അത്ര തന്നെ. അയ്യോ, ഇപ്പോൾ തേപ്പായി പോയല്ല, മഴ ഇല്ല അല്ലേ? നമ്മൾ ഇറങ്ങും മുമ്പ് നല്ല മഴയായിരുന്നു. ഇപ്പം നമുക്ക് ഇറങ്ങിയ ശേഷം മഴയില്ല, ഒന്നുമില്ല. അരിയും പോയി മഴയും പോയി അല്ലേ, അങ്ങനെ അതേപോലത്തെ കഥയാണ്. എൻ്റെ അമ്മ കംപ്ലീറ്റ് ഈയല്ല. നോക്ക് മഴയത്ത് ഇറങ്ങിയത്. ഇത് എങ്ങനെ കറക്റ്റ് മഴ സമയത്ത് വെളി ഇറങ്ങണത്? ചിറക് മുളച്ചോടനെ വെളി കിടന്ന് പറക്കലാണ്. അമ്മ പറന്ന് എല്ലാവരും മൂക്കിലും വാക്കിലും കയറിപ്പോവും. ഞാൻ കംപ്ലീറ്റ് ഹെൽമെറ്റ് കടച്ചിരിക്കണം. അപ്പം വെളി ഇറങ്ങി നടക്കാമെന്ന് ഓർത്തിയില്ല. കംപ്ലീറ്റ് ഈയലിലെ കടലാണ്. ഒരു തുള്ളി മഴ പോലും ഇവിടെ പെയ്തില്ല. റോഡൊക്കെ ഡ്രൈ ആയിരിക്കണം. നമുക്ക് എന്തൊരു ത്യാപ്പെണ്ണ കാണിക്കണം മഴയൊക്കെ. അവിടെ മാത്രം മഴ, ഇവിടെ മഴയില്ല. ഇപ്പോൾ വേണമെങ്കിൽ എല്ലായിടത്തും വേണം, ഒരുപോലെ വേണം. പഞ്ചഭൂതങ്ങളെ നിങ്ങളൊക്കെ കുറച്ച് മനസാക്ഷി കാണില്ല. നമ്മളിപ്പോൾ ആൾക്കാർക്ക് മഴ പെയ്യുമ്പോൾ കുറച്ച് ഏണീസ് ഉള്ളത്. കുറച്ച് നേരം മഴ പെയ്താൽ, ചെറിയ മഴ, വലിയ മഴ വേണ്ട, ലൈറ്റായിട്ടൊന്ന് പെയ്ത് തന്നാൽ മതി. ഒരു മഴ തുള്ളിൽ അവിടെ വീണാൽ മാത്രം മതി. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഇടിമിന്നൽ മാത്രം വേണ്ട. അത് ഇത്തിരി പേടിയുള്ള കാര്യമാണ് എനിക്ക്. അതുകൊണ്ട് തോറെണ്ണ അവഞ്ചേഴ്സ് സിനിമയിൽ തോറുണ്ടല്ലോ, അങ്ങനെയായിരുന്നു പ്രത്യേകം പറയണത്. ഇടിമിന്നലെ കൊണ്ടേ നിങ്ങൾ സൂക്ഷിച്ചോണം. നമ്മളിപ്പോൾ ആൾക്കാർ ദേഹത്ത് വിടാതെ എവിടെയെങ്കിലും സൈഡിൽ കടലിലോ കായലിലൊക്കെ വീണ കുഴപ്പമില്ല. ഓക്കെ, ഒരു കോടി ഈല് കാണും മൊത്തത്തിൽ. കാണുമായിരിക്കും അല്ലേ? നോക്ക്, ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇവിടെ വലിയ ഈല കേട്ടോ, അവിടെ ചെറുതായത് അപ്പുറത്തൊക്കെ. കറക്റ്റ് ലൈറ്റ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേ എണ്ണം വണ്ടി ഇടിച്ചാവും, കുറേ എണ്ണം പല്ലിയുടെ വായിക്കാൻ തരയാവും. ഒരു ദിവസം ആപ്പടെ ലൈഫുള്ളൂ. എന്നിട്ടാണ് ഈ ആട്ടം കാണിക്കണം തീയല്. നല്ല പറക്കാനുള്ള ചിറകുണ്ടെങ്കിൽ എവിടെയെങ്കിലും പറന്ന് ട്രാവൽ ചെയ്യും. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടൊരു കാര്യമില്ല. നമുക്കൊക്കെ 10-80 വർഷം ലൈഫുണ്ട്. എന്നിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ്ട. ഓക്കെ, ലൊക്കേഷൻ എത്തി. ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നത്. ഹൗസ് നമ്പർ വേറെ വരണം. അതെങ്ങനെ ബ്രോ? ഹൗസ് നമ്പർ 75 വേണം. ഹൗസ് നമ്പർ 75 വേണം. നിധി വിജയ്. ഞാൻ എവിടെയാണ്? കസ്റ്റമർ എവിടെയാണ്? അങ്ങോട്ട് പോകണം. ശരി, അപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് പോകാം. വരാൻ പറഞ്ഞു അങ്ങോട്ട്. ഓക്കെ കാണാറുണ്ടോ വ്ളോഗ്? KLTN വ്ളോഗ് സുധീഷ്. നമ്മൾ യൂട്യൂബറാണ് മെയിനായിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ഇടും. എവിടെ വർക്ക് ചെയ്യുന്നു ബ്രോ? ഡോമിനോസ് പിസ്സ. അതാ വലിയ പെട്ടി അല്ലേ? ഇന്നത്തെ വ്ളോഗിൽ ബ്രോ ഉണ്ട്. ലൈവ് പോയിക്കൊണ്ടിരിക്കില്ലേ? ലൈവ് അല്ല, റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. പിസ്സ ചരിയാൻ പാടില്ലല്ലേ? കയ്യിൽ എങ്ങനെ തരണം അങ്ങനെ കൊണ്ടുപോകണം. എങ്ങനെ വേറെ പഠിക്കാമല്ലോ പോണേ? പാർട്ട് ടൈം ആയിട്ട് പിസ്സ ഡെലിവറി അല്ലേ? പിസ്സ ഡെലിവറി. ഇത് സൊമാറ്റോടാണേ, വാങ്ങാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു. പയ്യെ കുഴി ടോർച്ച് ഓൺ ചെയ്തിട്ട് പണി കിട്ടും. അല്ല പാമ്പ് ചേറെ എവിടെ ഇറങ്ങി വരും. ഇതുപോലെ മുടുക്കിൽ കയറുമ്പോൾ എപ്പോഴും ടോർച്ച് ഓൺ ആയിക്കണം. പിന്നെ സൗണ്ട് ആക്കി നടക്കണം. അടുത്ത ഓർഡർ അടിച്ച് ഹോട്ടൽ ആര്യാസ് വെജ്. ഇതെവിടെ? കുമാരപുരത്ത്. കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഇപ്പം നല്ല ഇൻസെൻറ്റീവ് ഓഫർ ഉണ്ട് ഇഷ്ടം പോലെ.
ഈ വണ്ടി ആരും കമ്പനി വണ്ടി അല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് പൈസ റെഡിയാക്കിയിട്ട് കുറച്ച് സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും. പുതിയ വണ്ടിയൊക്കെ സബ്സിഡിക്ക് ലോൺ കിട്ടും ബാങ്കിൽ നിന്നൊക്കെ. അതുപോലെ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവർ എന്തെങ്കിലും റേറ്റ് കുറച്ച് ചെയ്ത് തരും. പോടാ ബ്രോ, സമയം. ബ്രോയുടെ പേരെന്താണ്? ഓൾവിൻ. ഓക്കെ, കാണാനാ എൻ്റെ വീഡിയോ മിക്കവാറും നാളെ മറ്റന്നാൾ വരും. യൂട്യൂബ് ആണേ, യൂട്യൂബിലാണ് മെയിൻ വീഡിയോ പറഞ്ഞത്, ലോങ് വീഡിയോ. നീലവനം അടക്കാത്തിരുന്ന ഈ വീട് വട്ട് ഇറങ്ങും. പോടാ ഇങ്ങോട്ട്. ആര്യാസ് റെസ്റ്റോറൻറ്റ്, കുമാരപുരം മെഡിക്കൽ കോളേജ്. വണ്ടി ഒതുക്ക്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ 6752 വട പ്ലെയിൻ ദോശ പീക്ഡ്. ഈ ഏരിയയിൽ മഴയില്ല, എല്ലാവരും അന്തം വിട്ട് നോക്കട്ടെ എന്നെ. എന്തായാലും ഊരിയേക്കാം, മഴയില്ലല്ലോ. എന്താണ് ഇത്, അടുപ്പിനകത്ത് കയറി പോലെയാണ്, അത്ര ചൂടുണ്ട് ടൈം കൊടുത്തപ്പോൾ. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വേളിയാണ്. ഇവിടുന്ന് കറക്റ്റ് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി ബൈക്കിൽ നോക്കട്ടെ. മണി ഇപ്പോൾ കറക്റ്റ് 7:10 കൊള്ളാം, കുഴപ്പമില്ല. ഓർഡർ അടിക്കണല്ലേ സ്പീഡിൽ, ഇടക്കിടക്കാൻ ഡിലേ ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ആഹാ, നല്ല തണുത്ത കാറ്റടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഹെവി മഴ ഉണ്ട്. നമ്മളങ്ങനെ വെൺപാലവട്ടത്തിലുണ്ട്, ലുലു മാൾ ജംഗ്ഷൻ എന്ന് പറയാം. ഇവിടുന്ന് റൈറ്റ് പോയാൽ ലുലു മാൾ, നേരെ പോയാൽ വേളി. നമ്മൾ നേരെയാണ് പോകേണ്ടത്. ഓക്കെ, ഇന്ന് ബ്ലോക്ക് ഇല്ല അധികം, കാരണം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട്. വല്ല ഓഫർ ഇട്ട് അപ്പം കാണാം. ബ്ലോക്ക് എവിടെ നിന്ന് പറഞ്ഞത് പിടിയില്ല. വീക്കെൻഡ് ആയത്, വീക്ക് ഡേയ്സ് ആയത്, ഓഫർ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, എത്ര തന്നെ കയറി നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിപ്പോൾ പിന്നെ നാളെ പോകാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ബമ്പൊക്കെ എന്താണ് ഉണ്ടാക്കിയത് ഇവിടെ. നമ്മൾ തന്നെ വേളി റെയിൽവേ ക്രോസിംഗ് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഗേറ്റ് അടയ്ക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കുക. അരമണിക്കൂറാകും പോകാൻ. പെട്ടെന്ന് കയറി നേരെ പോയാൽ പെരുമാതുറ, ലെഫ്റ്റ് പോയാൽ വേളി ടൂറിസ്റ്റ് വില്ലേജ്. ലെഫ്റ്റാണ് പോകേണ്ടതാണ് മാപ്പ് കാണിച്ചത്. കാതലുക്ക് കൺകളില്ല യാരോ സുന്നാനേ, അടമൂളെ കൂടെ ഇല്ല എൻ വേൻ സോൽവേനാനേ. സൂപ്പർ, നല്ല വൈബായിരിക്കണം മഴയത്ത് വണ്ടി ഓടിക്കാൻ. വലിയ മഴയെന്ന് പറയാൻ പോലില്ല, പൊടിയാണ് അവിടെ ആയിട്ട്. ഓക്കെ, ഇവിടെ തന്നെയല്ലോ. ഇവിടെ തന്നെ മുടുക്കിനകത്താണ് വീട് വരുന്നത്. കുറച്ച് ബാക്കിട് ഇവിടെയാണോ അപ്പം നിൽക്കണം ഇവിടെ. ഓക്കെ, നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വാവ് ചൈന ലുലു മാളിൽ. അവിടെ പോകേണ്ട വിചാരിച്ചതാണ്, അവിടെ തന്നെ കറക്റ്റ് ഓർഡർ അടിച്ചു. ഇതിപ്പോൾ എന്ത് ചെയ്യാം? ശരി, വാ വണ്ടി തിരിക്കാം. അണ്ണം കളിപ്പാണല്ലോ. എന്നാൽ എന്ത് പ്രശ്നം എന്ത് സോൾവ് ചെയ്യാം. നമ്മളേരില്ല പോയി അവനൊക്കെ ചെറുക്ക എന്തെങ്കിലും വേലത്തിനെ കാണിച്ചാണ്. അതാണ് ഇവിടുത്തെ വല്ല പിള്ളേർ ലൈൻ അടിച്ച് കാണും, പിടിച്ചു കാണില്ലാണ്. ആഹാ, ഗേറ്റ് അടച്ച്. ഇനിയിപ്പോൾ എങ്ങനെ കയറിപ്പോകും നമ്മൾ? വേറെ റൂട്ടുണ്ടോ സുധീഷേ? ഉണ്ടെന്നാണ് തോന്നണത്. ഇതിപ്പോൾ എനിക്ക് കറങ്ങി പോകാൻ പറ്റില്ല, ഒരുപാട് കറങ്ങി പോകണം. അത് വേസ്റ്റ്, നഷ്ടം നമുക്ക്. ശരി, നിൽക്കാം. ഒരു 10 മിനിറ്റ് ആവോ? ട്രെയിൻ വന്നു. നല്ല സ്പീഡാണല്ലോ, പറക്കണു. കുഴപ്പമില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാ. ഇപ്പോഴും തുറക്കൂല, 1/2 മണിക്കൂറാവും. തുറന്നാ? ചുമ്മല മഴ പെയ്യണ. ഇതെന്ത് വണ്ടിയാണ്? എന്ത് ഇങ്ങനെ പോകണം? നിങ്ങൾ ഉള്ള ലോഡെല്ലാം വലിച്ച് കയറി വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റും. ബാലൻസ് കിട്ടില്ല. ടയറ്, അപ്പുറത്ത് റിമ്മ്, ഫ്രണ്ടിലാണെങ്കിൽ ചാക്കിൽ കുറേ ലഗേജ്. പെട്രോൾ എവിടെ അടിക്കും? ഇവിടെ അവിടെ അടിക്കാൻ പാ. ലാസ്റ്റ് ഇപ്പോൾ അവിടെ 110 അടിച്ചിട്ടുണ്ടേ. ഓക്കെ, പോകുന്ന 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ട് 110 രൂപയ്ക്ക്. 1 ലിറ്റർ പെട്രോൾ 107 സംതിങ് ആണ്. നമ്മൾ 110 അടിക്കുള്ളൂ റൗണ്ടായിട്ട്. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കറങ്ങി, ബ്ലോക്കൊന്നുമില്ല. എന്നുണ്ട് ഫ്രീ ആയിരിക്കണം. അടിപൊളി. വാ, ഇവിടെയൊക്കെ വരുമ്പോൾ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടാവുകയാണ്. അതിന് മെയിൻ കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ലുലു മാളിൻ്റെ അകത്തുള്ള കടയിൽ പോയി സാധനം വാങ്ങിക്കാനും, അതേപോലെ അവിടുത്തെ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാനും, പിന്നെ ഐമാക്സിൽ കയറി സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നടക്കില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരുമാതിരി ഒരു മനസ്സിനകത്ത് വിഷമം ഫീലാണ്. അത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും റീച്ച് ലൊക്കേഷൻ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ പോയി എടുക്കാം. പാ. ഓക്കെ, വൗച്ചറിന്ന് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പൈസ പോകുന്ന ഒരു 15 മിനിറ്റ് പോയില്ലേ? അങ്ങനെയാണ്. ഇതിനകത്ത് കയറി ഇറങ്ങുമ്പോൾ ഒരു 1/2 മണിക്കൂർ പോകും. വരാൻ 10 മിനിറ്റ്, കയറാൻ 10 മിനിറ്റ്, തിരിച്ചു വരാൻ 10 മിനിറ്റ്, 1/2 മണിക്കൂർ. ഇതെവിടെ പ്ലെയിൻ പറക്കണത്? മണ്ടേ കൂടെ ഒന്ന് വീഴോ? റെയിൻ കോട്ടിൻ്റെ പാൻറ്റ് ഊരിയ കൊള്ളായിരുന്നു. ഭയങ്കര ചൂടായിരിക്കുന്നത്. പക്ഷേ ഊരിയ വിഷയമില്ല, ഇടാനാണ് പാട്. പെട്ടെന്ന് മഴ പെയ്യണമെങ്കിൽ ഇടാൻ സമയം കിട്ടുള്ളൂ. അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വേളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. ഒരു വൈഡ് ആംഗിൾ ഷോട്ട് കാണിക്കാൻ പോകേണ്ടത് ലുലു മാളിൻ്റെ. കണ്ടോ, അടിപൊളി അല്ലേ? ഓക്കെ, ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഇത് തന്നെ ഫാമിലി കാസ്റ്റിൽ നിന്നാണ് കാണിക്കണത്. സൊമാറ്റോ ഫുഡാണേ. B6-ലാണ്. തുഷാർ ജാദവ്. സെക്കൻഡ് ഫ്ലോറാണ്. ഓക്കെ, ഓർഡർ ഡെലിവർ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ആദ്യം സ്ഥലം വിടാം. നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ലുലു മാൾ അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് നേരെ എവിടെ പോകാമെന്ന് അറിയാമോ? ഈഞ്ചക്കിൽ പോകാം. ഈഞ്ചക്കിൽ പോയാൽ മാൾ ഓഫ് ട്രാവൻകൂർ ഉണ്ട്. അത് മാളല്ലേ? ഈ മാളുകൾ കൊണ്ട് തോറ്റ സത്യം പറഞ്ഞു. നമ്മളങ്ങനെ കുമാരപുരം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺലൈൻ ആക്കിയാലോ? നോക്ക്, പാരഗൺ റെസ്റ്റോറൻറ്റ് ചെറിയ ഓർഡർ 20 രൂപയ്ക്കുള്ളത്. ടാപ്പ് കാണിക്കാണ്ട് അങ്ങനെയൊക്കെ. നീയൊക്കെ മനഃപൂർവ്വം അടിച്ചു തരാണ്. മനഃപൂർവ്വമാണ്. ഞാൻ അവിടെ നിൽക്കാത്തതാണ് ലുലു മാളിൽ. ശരി, അക്സെപ്റ്റ് ചെയ്യാം. പാരഗൺ ഉണ്ട് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് മുമ്പേ ലുലു മാളിൽ നിന്ന് ഓർഡർ അടിച്ച് ഞാൻ അത് ക്യാൻസൽ ചെയ്ത് അങ്ങനെ ഓഫ്ലൈൻ ആക്കിയതാണ്. അപ്പോൾ അതിന് ദേഷ്യമാണ് അവർക്ക്. മനസ്സിലായ ഒരാളാരെന്നറിയാമോ? ഭയങ്കര വില്ലന്മാരാണ്. നമ്മളൊന്ന് കാണിച്ചാൽ 10 ഇങ്ങോട്ട് കാണിക്കും.
പാരക്കോൺ റെസ്റ്റോറൻറ്റ് 2.5 കിലോമീറ്റർ പിക്കപ്പ്. ഇതിനു വേണ്ടി ഞാൻ ലുലു മാളിൽ നിന്ന് ഇത്ര ദൂരം വന്നിരിക്കുന്നു. കുത്തടി ശൈലക്ക കുണിഞ്ച് കുത്തടി ശൈലക്ക കൊടുത്ത പച്ചേ കുമ്മിയടി തകരുത്. നല്ല തിരക്കുണ്ടല്ലോ ലുലു മാളെന്ന് പറഞ്ഞു ആക്കിയത് പാരഗൺ കിച്ചൺ. ആ ഞാൻ കയറി പോട്ടാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റീച്ച് ലൊക്കേഷൻ. ഒരു ഡബിൾ ഓർഡർ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ചെറിയ ഓർഡർ ആയതുകൊണ്ട് റെഡിയായി കുഴപ്പമില്ല, റെഡിയായി. ഇതൊക്കെ ഒരു പണിഷ്മെൻ്റാണ്. അവിടെ നിന്ന് എടുക്കാത്തതിന് പകരം ഇവിടെ നിന്ന് ഇത്രയും ചെറിയ ഓർഡർ ലോങ് പിക്കപ്പ്. അങ്ങനെയുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടേ. 872 ഗോബി മഞ്ചൂരിയൻ ട്രൈ. ഓക്കെ, താങ്ക് യു. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കോർഡൈൽ ഫ്ലാറ്റ് ആണ്. ഇവിടെ നിന്ന് കറക്റ്റ് 950 മീറ്റർ ദൂരം കാണിക്കാൻ അത്ര ഇല്ല. അതായത് ഇവിടെ നിന്ന് റൈറ്റ് കയറാൻ പാടില്ല ആ റൂള്. അതായിരിക്കും ഇങ്ങനെ കാണിച്ചത്. ഉദ്ദേശിച്ച് എങ്ങോട്ട് പോകുന്നു? പക്ഷേ റൂട്ട് മാറിപ്പോകണം. അവിടെ അല്ല, ബാക്കിലോട്ട്. ഞാൻ ഉദ്ദേശിച്ച ഫ്ലാറ്റ് അപ്പോൾ അതാണല്ലേ. ഇപ്പോൾ നമ്മൾ അത് വിചാരിച്ചപ്പോൾ ഇതായി മാപ്പിൽ. ഇപ്പോൾ ഇത് വിചാരിച്ചാൽ അതാവും അല്ലേ? അങ്ങനെ വരുള്ളൂ. 950 മീറ്റർ ദൂരത്തിന് 1.5 കിലോമീറ്റർ എക്സ്പീഡിഷൻ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അതാണ് എൻ്റെ കളി. കണ്ടോ, ഇവിടെയാണ് ഫ്ലാറ്റ് പറഞ്ഞത്. ഞാൻ മാപ്പ് നോക്കി ആംഗിൾ മാറിപ്പോയി. അതാണ് വിഷയം. കോർഡിയാലി very dangerous area of the crossing road of this place and the Paragon kitchen order എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഓക്കെ, സൊമാറ്റോ ഫുഡ് കൊണ്ടുപോകണോ? ഓക്കെ, അതാ ഓക്കെ പോകുന്നതാണ്. ഓർഡർ ഡെലിവേർഡ്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പാരൻ റെസ്റ്റോറൻറ്റ് തന്നെ. ഇത് കുറച്ച് ലോങ് ഓർഡറാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കുള്ള പണിഷ്മെൻറ്റ് കാര്യമായിട്ടുണ്ട്. വേണം വെയിറ്റ് ബാക്കി എന്ന് പറഞ്ഞാൽ പയ്യെ വേണം. ഞാൻ ക്രോസ് ചെയ്യാണ്ട് അപ്പുറത്ത് ഇച്ചുകളയിൽ. അയ്യോ, എന്തൊരു ബ്ലോക്ക് ഇത് പാരഗണിൽ. അവിടെ നിന്ന് എതിരെ വണ്ടി വരണമല്ലോ. ആ കയറിപ്പോ. ഇതെന്ത് അവധിയാണ്? അത്രയും ആൾക്കാർ കഴിക്കാൻ കയറി. അണ്ടർലോക്കെ സൗണ്ട് ഉണ്ടോ? റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല വിശപ്പുണ്ട്, എല്ലാം കഴിച്ചാലോ. കയ്യിൽ ഏത്തപ്പഴമുണ്ട്. ഓക്കെ, റെഡിയായി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. കുഴപ്പമില്ല. ചായയാണോ കട്ടൻ ചായയാണോ? ഗ്ലാസ് വരെ കുടിക്കാനായിട്ട്. മോരാണോ? ഓക്കെ. കട്ടൻ ചായ ആണ്, മോരല്ല. ആ, മോരിങ്ങനെ വയ്ക്കൂല കാരണം വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ പഞ്ചസാര വീട്ടിൽ കൊണ്ടുവരണം. 2166 ഉണ്ടോ? 2166. അയ്യോ, ഓക്കെ. ഫുഡ് വെച്ചിട്ട് പോകണം ചില ആൾക്കാർ. കഷ്ടം. ചില പയ്യന്മാരൊക്കെ ഫുഡ് ഓർഡർ പിക്ക് ചെയ്യാൻ നേരത്ത് സംഭവം ഓർഡർ നമ്പർ ചോദിക്കും. അപ്പോഴത്തേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ പയ്യന്മാരെന്തേ വെള്ളം കുടിച്ചിട്ട് ആ വഴിക്ക് ഒറ്റ പോകും ഓർഡർ എടുക്കാതെ. അതാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അതുകൊണ്ട് ഫുഡ് കറക്റ്റ് എടുത്തോണം. ഞാൻ മാക്സിമം ഫുഡ് മിസ്സാവാതെ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശ്രീകാര്യം പാങ്ങാമ്പാറ. ഇവിടെ നിന്ന് കറക്റ്റ് 5.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:55 ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് 1 മണിക്കൂർ സമയമുണ്ടാവും. 1 മണിക്കൂർ ഒരു 3-4 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഏർണിങ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ആരെന്നെ വിളിച്ചത്? ഇല്ലല്ല, ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മളെ ഫാൻസ് വിചാരിച്ച്. നമ്മളെ ഫാൻസ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും അണ്ണാ സുഖമാണോ, വീഡിയോ കാണാറുണ്ട് കേട്ടാ എന്ന് പറയും. അത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രൊമോഷൻ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തുതരും. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിച്ചാൽ മതി. നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ പാക്കേജും നിറഞ്ഞ നല്ലൊരു പോളിസി എടുത്ത് തരാൻ തയ്യാറാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് 2 ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് DM ചെയ്താൽ മാത്രം മതി. എല്ലാം സെറ്റാക്കി തരാം. എന്നാൽ 1 മിനിറ്റ് കയറി പോയിക്കോട്ടെ. ഒറ്റ വെയിറ്റ്. ഗാന്ധിപുരം റോഡ് തന്നെ രക്ഷപ്പെട്ടു. ഇനി അയ്യോ രാത്രി 10 മണിയായാലും ബ്ലോക്കിന് കുറവില്ലേ. എല്ലാം എവിടെ പോകണമെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ പകലിൽ വർക്ക് ചെയ്യണേക്കാളും രാത്രിയാണ് സുഖം കേട്ടോ. ഒട്ടും തന്നെ വെയിലില്ല, നല്ല കൂളായിരിക്കണം. പിന്നെ ഞാൻ പകൽ വ്ളോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം വേറെ കൊണ്ടല്ല, കുറച്ച് കഷ്ടപ്പെട്ട് വ്ളോഗ് കാണിച്ചാലേ കാണുന്ന ആൾക്കാർക്ക് ഒരു രസം കാണുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിപ്പോ. ഇതൊക്കെ ആർക്കും ചെയ്യാനായിപ്പോൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യണ കാര്യം ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണോ ചെയ്യേണ്ടത്? പക്ഷേ നൈറ്റ് വ്ളോഗ് ഒരു വൈബാണ്. കാരണം എന്താ പറയുമ്പോൾ നമ്മൾ വ്ളോഗ് കാണുന്ന ടൈം രാത്രിയാണ്. അപ്പോൾ രാത്രി സമയത്ത് നൈറ്റ് വ്ളോഗ് കാണുമ്പോൾ ആ റിയൽ ടൈമായിട്ട് കണക്ട് ആവും നല്ല പോലെ. ശരി, കുഴപ്പമില്ല. നമുക്ക് എല്ലാം മാറി ചെയ്യാം. കസ്റ്റമർ ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട്? ഈ ഇറക്കത്തിലാണ് പറഞ്ഞത്. ലാസ്റ്റ് വീടായിരിക്കും മിക്കവാറും. അപ്പോൾ ഡെഡ് എൻഡ് ആണല്ലോ. അവിടെ പയ്യെ ഇറങ്ങി സുധീഷ് നേരെ പോയി കളയിൽ. നേരെ പോയ വയലല്ല കൊക്ക പോലെ. ഇവിടെ അല്ലേ? ഇവിടെ നിന്ന് ആരും ഇല്ലേ? വണ്ടി ഇറക്കി താഴോട്ട്. ഇവിടെ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ. അവിടെ ഭയങ്കര ഡിലേ ആട്ടോ റെസ്റ്റോറൻറ്റ്. ഒരുപാട് സമയമായി. കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതാണ് താമസിച്ചത്. ഓക്കെ, വെൽക്കം.
ഓക്കെ, ഓർഡർ ഡെലിവർ പോന്നാ. കുറച്ച് മുമ്പ് കസ്റ്റമർക്കാരെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഡിലേ ആയെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിലേ ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് മിക്ക കസ്റ്റമർ വിളിച്ച് പറഞ്ഞാണ് ഡിലേ ആയത് കാരണം. അതാണ് എന്നെ വിളിച്ചത് കസ്റ്റമർക്കാരിൽ. കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് A1 ബേക്കറി ആൻഡ് ഹോട്ടൽ. മാപ്പ് ഇട്, എവിടെ നോക്കട്ടെ, ഇങ്ങനെ പോകണം നോട്ട്. ഓക്കെ പോട്ടെ. ഇവിടെ നിന്ന് കറക്റ്റ് 850 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ വഴി കുറച്ച് മോശമാണ്, എന്നാലും പെട്ടെന്ന് എത്തും. ഷോർട്ട് കട്ടല്ലേ, ഏകദേശം വാം ഹോളിൽ പോയ പോലെയാണ്. സ്പേസിൽ കറങ്ങി പോകും പോലെയാണ് മറ്റത്. ഇതാകുമ്പോൾ വാം ഹോളിൽ കയറി പെട്ടെന്ന് അടുത്ത യൂണിവേഴ്സിൽ എത്താൻ പറ്റും. വാം ഹോൾ, ബ്ലാക്ക് ഹോൾ, എന്തൊക്കെ കാര്യങ്ങളല്ലേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് പിടിയില്ലല്ലേ. ഇതേ പറഞ്ഞതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ വട്ട് പിടിക്കുകയാണ് തലയ്ക്കകത്ത്. നമ്മളൊക്കെ എന്തിനും ഉണ്ടായി, ഈ ലോകം എന്തിനുണ്ടായി, നമ്മൾ എന്ത് ജീവിക്കണം, എന്തിന് ജീവിച്ചിട്ട് മരിക്കണത്. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ ആർക്കും ഉണ്ടാവണമെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞ ഉത്തരമില്ലാത്ത ചോദ്യമാണ് നമ്മൾ ജീവിക്കുന്ന ജീവിതം അല്ലേ. പിന്നെ ഒരേ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഇരിക്കും, ആയുസ് വരാം, അത്ര തന്നെ. അതിനപ്പുറം വേറെ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പോയ സമയം തിരിച്ചു കിട്ടില്ല, ഉള്ള സമയം അടിച്ച് പൊളിക്കുക. അതാണ് നമ്മളെ പോളിസി അല്ലേ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. ഈ ഒരു ശ്ലോകം എപ്പോഴും നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ എൻ്റെ അമ്മോ എന്തൊരു കട്ടർ, ഇതാണ് ഈ വഴി വരാത്തത്. ഇവിടെ ബേക്കറി മാത്രമല്ല, ഹോട്ടലും ഉണ്ട്, അതേ സമയത്ത് ഗ്രോസറിയും ഉണ്ട്. എല്ലാം ചേർന്നൊരു മിക്സ്ഡ് ആണ് ഇവിടെ, കംപ്ലീറ്റ് മിക്സ്ഡ് കോളേജ് പോലെയാണ്. ഓക്കെ, റെഡി ആയിട്ടുള്ള പ്രിപ്പയറിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്, അത് തന്നെ 9164 മിക്സ്ഡ് ഫ്രൈഡ് റൈസ് പിക്ഡ്. വണ്ടി ലുക്കല്ലേ, നമ്മൾ ഡയലോഗ് പറഞ്ഞില്ലേ പൈസ, സോറി കേട്ടോ. വണ്ടി ലുക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ലുക്ക്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ ഒറ്റ വണ്ടി കഴിവില്ല അല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ല. അവരവരെ വണ്ടി അവർക്ക് വലുത്. ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ടെക്നോ പാർക്ക് ക്യാമ്പസിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 6.3 കിലോമീറ്റർ ദൂരമുണ്ട്. അല്ല 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. ലെഫ്റ്റിലാണ് പോകേണ്ടത്, വന്ന വഴി കേട്ടാ. കറങ്ങി വേണമെങ്കിൽ പോവായിരുന്നു, 8 കിലോമീറ്റർ പോകണം. പക്ഷേ റോഡ് കൂടെ നന്നായിരിക്കണം അല്ലേ, അതാണ് ആലോചിക്കണത്. ഇത്രയും കറങ്ങി പോകണോ എന്നുള്ള കാര്യം. എന്ത് ചെയ്യാ ഉദ്ദേശിച്ച് പെട്ടെന്ന് തീരുമാനിക്കുക, ആലോചിച്ചോണ്ടിരിക്കുക, സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ശരി ബാ, കറങ്ങി തന്നെ പോകണ്ട, ഇങ്ങനെ പോകാം. ഇതാണ് ഞാൻ കണ്ട പെട്ടെന്ന് തീരുമാനം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും അങ്ങനെ തീരുമാനിക്കും, പക്ഷെ അങ്ങനെയില്ല. ഞാൻ ഇങ്ങനെ തീരുമാനിക്കും, പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തീരുമാനിക്കും, പക്ഷെ അങ്ങനെയില്ല. ഞാൻ പെട്ടെന്ന് യൂട്ടേൺ എടുത്തിട്ട് ആ വഴി പോകാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിക്കും. പെട്ടെന്നല്ല വേണ്ട, നേരത്തെ തന്നെ പോകാൻ തീരുമാനിക്കും. മനസ്സിലായി, ഇതാണ് എൻ്റെ പ്ലാൻ. ട്വിസ്റ്റ് ആണ്, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണെന്നുള്ളത്. ചുമ്മാ കോമഡിക്കല്ലേ ഇതൊക്കെ ചെയ്യണത്, ഇതൊക്കെ രസമല്ലേ. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്തോന്ന് ലൈഫ് അല്ലേ. നല്ല രസമുണ്ടല്ലേ ഇതുപോലത്തെ വഴിയിൽ രാത്രി പോകാൻ. സൂപ്പർ വൈബാണ്. നമുക്ക് എന്ത് രസം കൊണ്ട് പോകാൻ. ഒറ്റ മനുഷ്യന്മാരില്ലേ ഈ വഴിയൊന്നും, ഞാൻ മാത്രമേ ഉള്ളൂ. എതിരെ വണ്ടി വരണം. ഓക്കെ, നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ അങ്ങ് പോയാൽ മതി. നേരെ പോയാൽ കാര്യവട്ടം, അത് കഴിഞ്ഞാൽ വരുന്നത് കഴക്കൂട്ടം ജംഗ്ഷൻ. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ ടെക്നോ പാർക്ക് ക്യാമ്പസിലാണ് പോകേണ്ടത്. ഓക്കെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ്. നമ്മളെപ്പോലെ വർക്ക് ചെയ്ത നമ്മളെ കൂട്ടുകാരൻ, പുള്ളിയുടെ പേര് അർജുനാണ്. പുള്ളിയുടെ വീട് പേയാടിലാണ്. ഇപ്പോൾ ആ പുള്ളിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഇടുക്കിയിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അറിഞ്ഞപ്പോൾ, സത്യം പറയാലോ. അതായത് നമ്മളെപ്പോലെ ആൾക്കാർ കാണുമ്പോൾ കുറേ പേർക്ക് പുച്ഛമാണ്. ഇപ്പോൾ എന്താ കണ്ടാ, കഴിഞ്ഞ വർഷം ഒരാൾ പോലീസായി, അറിയാമോ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ആൾക്കാരിൽ ഒരാൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ജോലിയിൽ. ഈ ജോലിയും കുറ്റം കുറേ പറയാൻ പറ്റില്ല. നമ്മളെ ഗ്രോത്ത് കണ്ട, അതാണ് നോക്കേണ്ടത്. ഇത് ഞാനാല് ഇങ്ങനെ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒരു ദിവസം മാറും. ഇതെല്ലാം ലൊക്കേഷൻ കിംസ് ഹെൽത്ത്. ഇവിടെ തന്നെ. വിളിച്ചിട്ട് പോയാൽ മതി, വിളിച്ച് പറഞ്ഞാൽ മതി. ഹലോ, സൊമാറ്റോ ആണേ. അവിടെ എത്തി, അവിടെ വെച്ചിട്ടുണ്ട്, പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഓർഡർ ഡെലിവേർഡ്, സൂപ്പർ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതെവിടെ, ചിക്കൻ ഷാക്ക്. ഇതെവിടെ, കുളത്തൂരാ. ശരി, ഇവിടെയാണ് ചിക്കൻ ഷാക്ക്. ഇവിടെ തന്നെ. ഇവിടെ റെഡി വരെ പോയി ചോദിക്കണോ, എന്ത് ചെയ്യാൻ ചോദിച്ചോക്കാൻ പറയാൻ പറ്റില്ല, ആരും ഇല്ല. അപ്പോൾ റെഡിയായി കാണാൻ ചാൻസ് ഇല്ല. ശരിപ്പാ, വെയിറ്റ് ചെയ്യാം. വീട്ടിൽ പോകാമെന്ന ലേറ്റാവെന്ന് പറയണത്. ഇനി 1.5 മണിക്കൂറാവും. ഇങ്ങനത്തെ ആപ്പായിപ്പോയി. ശരി, കാര്യം ചെയ്യാം. വാ, ഓഫ്ലൈൻ കൊടുക്കാം ഈ ട്രിപ്പിന് ശേഷം. അതുമില്ലാതെ നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. വാ, ലൈവ് ഓർഡർ, ഹെൽപ്പ്, ചോറിന് ഡിലേയിങ് ഓർഡർ, ട്രാൻസ്ഫർ ഓർഡർ. നേരെ വീട്ടിൽ ഇപ്പോൾ സമയമായിക്കൊണ്ടിരിക്കണം. മണി 10 ആയി. 150 ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. 439 രൂപ 97 പൈസയാണ് ഓർഡറാണ്. ഒന്നുകൂടെ ഓടി നോക്കണോ? ഓടായിരുന്നു, പക്ഷേ ലൊക്കേഷൻ പോരല്ലോ. ഇവിടെ നിന്ന് ഇനി അടുത്ത ഓർഡർ പിക്ക് ചെയ്യുകയാണെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ ഹൈവേ കറങ്ങി പോകണം. അടിച്ചു തരുന്ന ഓർഡർ ഇങ്ങോട്ട് ലോങ് ആയിരിക്കും. പോയിട്ട് വരുമ്പോൾ 11 മണിയാവും. മതിയല്ലേ, വീട്ടിൽ പോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ കറക്റ്റ് 15 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. എൻ്റെ അമ്മ, 15 കിലോമീറ്റർ. അപ്പോൾ അടുത്ത ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഇനി ലോങ് ആയി പോകും. ബാക്കി നാളെ ഓടാം, കുഴപ്പമില്ല. മതി, ഉള്ളത് മതി. രാത്രി സമയത്തൊക്കെ ഇതുപോലെ ഇളയരാജ പാട്ട് കേട്ട് പോകണ സുഖം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നടുക്കൂടെ ഹൈവേയിൽ ഇങ്ങനെ ഓടിച്ച് പോകുന്ന വൈബ് എന്ന് പറയുമ്പോൾ പാന്നിറങ്ങാൻ പറ്റില്ല. അതൊക്കെ പോയി ഫീൽ ചെയ്യണം. പാലുണ്ടാ? പാല് 4 ഓവർ. ഈ തേങ്ങ എടുക്കാമോ? തേങ്ങ കൊടുക്കാണോ ചിക്കണ? സാധനമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പാല്, മുളക് പൊടി, മുട്ട. തേങ്ങ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഇത്ര ആൾ കയറി ഇടയ്ക്ക്. ഞാൻ കയറി മുമ്പ് ഒരു കട ആളില്ലേ, ഞാൻ കയറിയപ്പോൾ 5 പേര് വന്ന്. പക്ഷെ ഒരു ഭാഗ്യം, നമ്മൾ സാധനം വാങ്ങിച്ച് കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ഇപ്പോൾ നേരം വെളുത്തേനെ. എവിടെ നിന്ന് ഞാൻ കയറി മാത്രം ബാക്ക് ചെയ്ത് 10 പേര് പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്, എന്നെ ആരൊക്കെ ഫോളോ ചെയ്യണം ബാക്ക് ചെയ്ത്. നമുക്ക് ആരെങ്കിലും ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താ ഡിന്നർ എന്ന് പറയുന്നത്? പുട്ട്, പച്ചരി പുട്ട്, മാമ്പഴം, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഒരു പാതി ബട്ടർ പാണ്. കഴിക്കാം.
കമോൺ. ഞാൻ കഴിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ട്. വയറ് കത്തിന് കിയാ കിയാ സൗണ്ട് വരും അതിൻ്റെ കിയാ കിയാ കുറു കുറു സൗണ്ട് എന്തോ കസാരയൊക്കെ ബാക്കിൽ. ആദ്യം ബട്ടർ മേടിക്കാം. വാ എപ്പോ ഞാൻ ഈ ബാക്കിൽ ഏറ്റവും കഴിക്കാൻ കുറച്ച് വല്ലപ്പോഴും കുറച്ച് കഴിക്കാം. ഇപ്പൊ മെയിനായിട്ട് വെയിറ്റ് കുറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കഴിച്ച് ഞാൻ പിന്നെ വെയിറ്റ് കൂടും. സൂപ്പർ മാമ്പഴം കേട്ടോ. പറ മാമ്പഴം പറ എന്താണെന്നുള്ളത്. എൻ്റെ വീട്ടിൽ കാച്ച മാങ്ങയാണ്. മാങ്ങയും സൂപ്പറാണ്, മാമ്പഴം സൂപ്പറാണ്. നല്ല നാടൻ അല്ലേ? നമുക്ക് ഫ്രീ ആണ്. ഇനി ഒരു പഴവും പുട്ടും. പൊളി. കുറച്ച് മാമ്പഴം എടുത്ത് നടുക്ക് വയ്ക്കാം. വെച്ചിട്ട് പുട്ടുകൊണ്ട് മൂടുക. മൂടിയിട്ട് സൂപ്പർ. എല്ലാം അടിപൊളിയായിരുന്നു ഫുഡിൻ്റെ. ഇത് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. എഡിറ്റ് ചെയ്യണം ഈ വീഡിയോ ഒന്ന്. സിനിമ ആണോ എഡിറ്റ് ചെയ്യണോ? സമയമുണ്ടോ നോക്കട്ടെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കുറച്ച് നേരം വേണ്ടി അടിക്കുക. നെക്സ്റ്റ് എപ്പോഴും മൂവ് ആവുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം കമോൺ ഗൈസ്, ചട്ടക്കരിക്കണം. ഇത്രയാവും.